ഫസ്റ്റിലെ കല്ലെറിയ ഈ ഭാഗത്തു നിന്ന് ആൾക്കാരെ ഞങ്ങൾ കണ്ടതാണ്. ഇടവകയിൽ ഇത്ര പേരല്ല, ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജനതയില്ല. ഞങ്ങളുടെ വോട്ടില്ല ഇവർക്ക്. അപ്പൊ പറഞ്ഞാൽ ഞങ്ങളുടെ വോട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇതെവിടുത്തെ ന്യായമാണ്? ആന്റിയുടെ പേരെന്താണ്? എന്റെ പേര് ആഗ്നസ്. ഞങ്ങളിപ്പോ 7-8 പ്രാവശ്യം നമുക്ക് ഇടവക അനുസരിച്ച് മാറി വരും. അപ്പോഴെല്ലാം നമ്മളിവിടെ ആഹാരം നമ്മളിപ്പോ വരണമെന്ന് ഇവർക്ക് പ്രതീക്ഷയില്ല. നമ്മുടെ ഇടവകയിൽ ഇന്നാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അത് നമ്മളിവിടെ വന്നപ്പോൾ അച്ഛൻ വെറുതെ ആൾക്കാർ വരുവോ ഇല്ലെന്ന്, ഇന്നലത്തെ പ്രശ്നമായതുകൊണ്ട് വരുവോ ഇല്ലെന്ന് ഒക്കെ അറിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് ആഹാരം തരാനുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് 5 പേർ ചേർന്ന് ഇവിടെ വന്നിപ്പോൾ ഈ ഫുഡൊക്കെ ശരിയാക്കുന്നത്. ഇവിടെ തന്നെ ബാക്കിലെ ആൾക്കാർ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ എത്ര പേര് വരുമെന്ന് അച്ഛന് പ്രതീക്ഷയില്ലായിരുന്നു. അച്ഛൻ മിനിമം കുറച്ച് ചോറ് വേവിച്ചിരുന്നു, കൂട്ടാനോ ഒന്നും വെച്ചില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളിവിടെ വരുന്നത് കണ്ടപ്പോൾ ഇരുന്ന പച്ചക്കറി വെച്ച്, പിന്നെ പോയി അരി മേടിച്ചിട്ട് വന്ന്, മീനൊക്കെ പിന്നീട് പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടാണ് ഇതൊക്കെ നമ്മളൊക്കെ കൂടെ സഹായിച്ചിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. ഇനി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ ഇത്ര പേരല്ല, ഇറങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഇടവകയിൽ ഒരു 10 വാർഡായിട്ട് തിരിച്ചിരിക്കുന്നത്. അതിലൊരു 5 വാർഡിന്റെ ആൾക്കാർ തികച്ചില്ല. ഇനിയും ആൾക്കാർ വരാനുണ്ട്. പക്ഷെ കുറച്ച് പേര് വന്നാൽ മതിയെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പേര് വന്നത്. ഇന്നലെ നമ്മൾ കണ്ട സമയം കൊണ്ട് നമുക്കൊരു വിഷമം. നമുക്ക് വേണ്ടിയിട്ടുള്ള അച്ഛന്മാർ ഒരുപാട് അടി തണ്ടൊക്കെ പറഞ്ഞേണ്ടാണ്. അച്ഛന്മാരടി, ഈ പോലീസുകാർക്ക് അടി കൊള്ളത് അവർ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ പറയുന്നു. അച്ഛന്മാർക്ക് അടി കൊണ്ടത് ആർക്കെങ്കിലും അറിയാമോ? അവർ ആ തുണി വെച്ച് മറച്ചിരിക്കുകയാണ്. എന്നത് എൻ്റെ യേശുവിൻ്റെ ഒരു ചരിത്ര കഥയാണ് അവരിപ്പോൾ ഞങ്ങൾക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുറിവുകളാണ്. ഇപ്പോഴത് ആശുപത്രിയിൽ കിടന്നിട്ടാണ് അവരിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇത്രയും ദൂരം 4 പ്രാവശ്യം നിന്നിട്ട് വേണം ഓടി അവിടെ എന്തെങ്കിലും ഒരു എച്ചിലെ വല്ലതും കളയാനുള്ളത്. ഇങ്ങനെയുള്ള ധീരം ഈ ഗ്രൂപ്പ് വന്നതിന് ശേഷം ആദ്യം ഒരു ചെറിയൊരു ഹാർബർ വന്നിരുന്നു. അപ്പം തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ തീരദേശം പോകാൻ തുടങ്ങി. അപ്പോഴീ ഈ വരുന്ന മന്ത്രിമാരോടും നമ്മളിങ്ങനെ എല്ലാ ആൾക്കാരും പറയും, ഇതിങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം തീരം പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഇടവകയിൽ കുരിശിന്റെ വഴി നടത്തുന്നത് ആ തീരത്ത് വെച്ചിട്ടാണ്. പിന്നെ ഈ മണ്ണ് പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ റോഡിലോട്ട് കയറിയത്. പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. ഞങ്ങളുടെ ഓർമ്മയിലുള്ളത് അവർക്കൊന്നും കാണാൻ പറ്റില്ല. ആ കുട്ടികൾ നമ്മളോട് ചോദിക്കണം, അമ്മ പറയുമ്പോൾ നമുക്ക് എന്തോ പോലെ അതിശയം പോലെ ഇരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾക്ക് അത് കാണാൻ പറ്റുമോ? ഇതിനു വേണ്ടിയിട്ടാണ് അത് കാണാൻ പറ്റുന്നില്ല. അവർക്കൊരു ഭയങ്കര വിഷമം. ഇപ്രാവശ്യം ഇവർ പറയുന്ന അങ്ങനെയെല്ലാം മണ്ണ് പോയെന്ന്. ഈ 2-3 മാസത്തേക്ക് ഇവര് മണ്ണെടുക്കാതിരുന്നപ്പോ ഇവിടെ വെട്ടുകാട് പോയ ഈ പ്രാവശ്യം അവിടെ പോയപ്പോ കുറെ തീരം വന്നെന്ന് കണ്ട. കഴിഞ്ഞ പ്രാവശ്യം ആ കടൽ വന്നിട്ട് ഈ അതിന്റെ മതിലിന്റെ എവിടെയെല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ 2 മാസം എടുക്കാത്തതുകൊണ്ടല്ലേ അവിടെ തീരം വന്നത്. ഞങ്ങളുടെ മുറ്റത്തൊക്കെ അവിടെ തീരം വന്നു. ഞങ്ങൾക്ക് ക്രിസ്മസ് ആകുമ്പോ നമ്മളെല്ലാ പെണ്ണുങ്ങളും കൊച്ചു പിള്ളേരും കടലിൽ കുളിക്കും, കഴിക്കും, പിന്നെ അവിടെ ഇരിക്കും, പിന്നെയും പോയി കുളിക്കും. ഇതൊക്കെ ഞങ്ങൾക്ക് ഒരു ദിവസം ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമായിട്ട് തന്ന ദിവസമാണ്. അതിന് ഞങ്ങൾക്ക് അവിടെ ഒരു സ്ഥലമുണ്ട്. ഞങ്ങളുടെ പൂന്തറ എന്ന് പറയുമ്പോൾ പൊഴിമുഖമുണ്ട്. എന്തോരം മണ്ണ് കിടന്ന സ്ഥലമെന്ന് അറിയാമോ? ഒരു ആണുങ്ങൾ പോയാൽ ഇത്ര ഭാഗം വരെ നിൽക്കും. അത്രയ്ക്കും ചൂടുള്ള മണലാണ്. ഇന്ന് ആ മണൽ കാണാനില്ല. അവിടെ പോയി ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞത് കള്ളമാണോ തെറ്റാണ്? ഞങ്ങൾക്കൊരു പാർവതി പുത്തനാർ ഒഴുകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എല്ലാം കുന്നുകൂടി കിടന്ന മണ്ണാണ്. അതെല്ലാം ഞങ്ങളുടെ വിഷമല്ലേ? ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കണ്ടേ? ഇപ്പൊ വീടുകളൊക്കെ പോയി അവസാനം ഞങ്ങൾ റോഡിന്റെ ഇങ്ങേക്കരയാണ്. എൻ്റെ വീടാണെങ്കിൽ റോഡിന്റെ തൊട്ടടുത്തിരിക്കും. ഇപ്പുറത്ത് ഒരു 4-5 വരി പോയതിനു ശേഷം പിന്നെ അവിടെ വീടെന്ന് പറയുന്ന സാധനം കാണത്തില്ല. ഇവർ ഞങ്ങൾക്ക് ഒരു ചെറിയ കാർബർ തരുമെന്ന് പറഞ്ഞിട്ട് 2 വരി വീട് പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ അതും എഴുതി കൊടുത്തു. വലിയ വലിയ വീടുകളാണ്. അതിന് വേറെ 10 ലക്ഷം രൂപ കൊടുക്കുന്നു. അതും ഇപ്പം ഇല്ല, ഒന്നുമില്ല.
ഞങ്ങളിപ്പോൾ അവഗണിക്കപ്പെടുന്ന ഒരു ജനതയായിട്ടാണ് മാറ്റി. ഇതെല്ലാ പ്രശ്നം കാണിച്ചിട്ടും ഞങ്ങളുടെ എന്തെങ്കിലും കാര്യം അവർ പറഞ്ഞു ഇതുവരെ ഞങ്ങൾ വരുന്നത് വരെ വാർത്തയിൽ മൊത്തം ആ പോലീസുകാരുടെ ഫോട്ടോകളും. ഇവിടെ ഫസ്റ്റിലെ കല്ലെറിയ ഈ ഭാഗത്തു നിന്ന് ആൾക്കാരെ ഞങ്ങൾ കണ്ടതാണ്, ഈ മറ്റേ സമരസമിതിയിലുള്ള ആൾക്കാർ. ഇപ്പൊ അവരെ വിട്ടിട്ട് ഇപ്പൊ ഞങ്ങൾ തെറ്റുകാരാണ്, ഞങ്ങളുടെ അച്ഛന്മാർ തെറ്റുകാരാണ്. അടി കൊണ്ടവരിപ്പോ ആശുപത്രിയിൽ അവര് കിടക്കാം, ബാക്കിയുള്ള വീടുകളിലാണ് ആൾക്കാർ, ഒരു 100ഓളം ആൾക്കാർ വീടുകളിൽ കിടക്കുന്നു. നമ്മള് ജനതയില്ല, ഞങ്ങളുടെ വോട്ടില്ല ഇവർക്ക്. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ വോട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റുമെന്ന്. ഇതെവിടുത്തെ ന്യായമാണ്? ഞങ്ങളുടെ മത്സ്യം, ഞങ്ങളെ കൊണ്ടുവന്ന ഫ്രഷ് മത്സ്യം നിങ്ങൾ എന്തിനു കഴിക്കണം അല്ലേ? ഞങ്ങളുടെ ജനങ്ങൾ പോയി പിടിച്ചുകൊണ്ട് വരുന്ന ഫ്രഷ് മത്സ്യം തന്നെ നിങ്ങൾ കഴിക്കുമെന്ന് വാശിയിൽ നടക്കുന്നില്ലേ? അല്ലാതെ നിങ്ങൾ ചീഞ്ഞ മത്സ്യം കഴിക്കുന്നുണ്ടാ? അതൊക്കെ ഉള്ള ഈ ദേശത്ത് ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഞങ്ങൾക്ക് മാത്രമേ അറിയാവൂ. വേറെ ആർക്കെങ്കിലും, മലദേശത്തുള്ള ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? ഇവർ പറയുന്ന ഏഴ് കാര്യങ്ങൾ ഇവർ സാക്ഷി തന്നതാണ് പറയുന്നത്. മണ്ണെണ്ണ അന്ന് 120 ഇരുന്നത് ഇപ്പൊ 127 ആക്കി. അപ്പൊ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്യുന്നു? ഈ പിണറായി വിജയൻ സ്വർണം കൊണ്ടുവന്നിട്ട് മരക്കെട്ടയാക്കി കാണിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ജീവിതത്തിനെ ഇപ്പൊ എല്ലാം കൊലച്ചവരില്ലാതാക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ വോട്ടില്ലേ ഇവിടെ? തീരദേശത്തിൽ ഞങ്ങൾ ഈ വലിയ ഇത്രയും ഭാഗം ഈ കടപ്പുറം ഫുള്ളും തീരദേശ ആൾക്കാരല്ലേ. ഇവരുടെ വോട്ട് കൊണ്ട് ഇവരാരും ജയിച്ചില്ലേ? മന്ത്രിമാരായില്ലേ? MLA-മാരായില്ലേ? എന്തുകൊണ്ട് ഇവരിങ്ങനെ ഞങ്ങളെ അവഹേളിക്കുന്നു? എന്തുകൊണ്ട് ഈ വാർത്തകളിലൊക്കെ ഇങ്ങനെ ഒരുമാതിരി താറടിച്ച് സംസാരിക്കുന്നു? സമരക്കാരെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ള ആളുകൾ എറിയുന്നത് കണ്ടവരും കൂടെ നിന്നവരും കാണുമ്പോ ഇവർ ഇതൊക്കെ പറയുന്നു, കള്ളം പറയുന്നു. നിങ്ങൾ രാവിലെ കേട്ടതാണല്ലോ. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ അച്ഛന്മാരുടെ കൂടെ ഞങ്ങൾക്ക് നിന്നേ പറ്റൂ. അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വീട്, ഞങ്ങളുടെ ഇടവകയിലെ അച്ഛന്മാർക്ക് വലിയ ഉറങ്ങാനൊക്കെ സ്ഥലമുണ്ട്, അവർക്ക് വലിയ വലിയ കെട്ടിടങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അവർ രാജാവാണ്. പക്ഷെ അവരെ താഴ്ത്തി സംസാരിക്കുമ്പോൾ നമുക്ക് അതിന്റെ വേദന ഉണ്ട്. അത് നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കാം, വേണമെങ്കിൽ സുഖിച്ചിരിക്കാം, ഉറങ്ങാം. നമ്മളിതിനു വേണ്ടിയിട്ട് ഇറങ്ങണമെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് എന്തൊക്കെയോ അവർക്ക് കാണണം. പിള്ളേർ ചോദിക്കും നമ്മളോട്, അമ്മ പറയുന്ന ഈ വലിയ വലിയ മീനുകളൊക്കെ എവിടെ അമ്മ എന്ന് ചോദിക്കും. നമുക്ക് എന്ത് പറയാൻ പറ്റും? മീനൊക്കെ അമ്മ പറയുന്നല്ലോ, വലിയ വലിയ മീനൊക്കെ ഇവിടെ പരുവന്നു, അതൊക്കെ എവിടെ പോയമ്മ എന്ന് പറയും. നമുക്ക് കൂടുതൽ അവർക്കൊന്നും കൊടുക്കാനില്ല. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് സമരം ചെയ്യണ്ടേ? ഞങ്ങളൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ആദാനി ഗ്രൂപ്പ് ഇവിടെ ജോലി ചെയ്യണ്ടെന്നും പറയുന്നില്ല. പറഞ്ഞിട്ടുണ്ട്, അച്ഛന്മാരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങളുടെ മാത്രം ഞങ്ങൾക്ക് സമ്മതിച്ച് തരണം. മാത്രമല്ല ഞങ്ങളെ കുറിച്ച് പഠിക്കുക, ഈ മണ്ണ് എങ്ങനെ പോകുന്നെന്ന് പഠിക്കുക. ഇപ്പൊ ഈ നമ്മുടെ ആളുകൾ, സാധാരണ വലിയ ആൾക്കാർ പറയുന്നതാണ്, ഈ വലിയ കടൽക്ഷോഭം വന്നു കഴിയുമ്പോ പല തിരമാലകളും ഉണ്ട്. ഇത് ഫ്രണ്ടിലടിക്കുന്ന കടലുണ്ട്, ഇങ്ങനെ ചരിഞ്ഞു വരുന്ന കടലുണ്ട്. ഇപ്പൊ ഈ കടലിലൂടെയൊക്കെ പല സൈസിൽ മണ്ണ് വരും. അതാണ് ഞങ്ങളുടെ തീരം. ആ തീരത്തിൽ ഇപ്പൊ ആ മണ്ണ് വരുന്നില്ല. ഈ പ്രാവശ്യം ഇവർ നിർത്തിവെച്ചതിന് ശേഷം ആ മണല് പതുക്കെ കയറാൻ തുടങ്ങി. അപ്പൊ ഇതില്ലെങ്കിൽ ഞങ്ങൾക്കത് പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. ഇവർ ഈ ഇപ്പൊ ഒന്ന് മന്ത്രി രാവിലെ പറയുന്നത് അവര് വെറുതെയാണ് സമരം ഉണ്ടാക്കുന്നത്. ഇവിടെ തൃശ്ശൂരിലെ കോട്ടയത്തെ ഒരു മന്ത്രി പറയുന്നു രാവിലെ, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുൻപ്, ഞാൻ പേര് ശ്രദ്ധിച്ചില്ല, വരുന്ന എണ്ണത്തിൽ ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു. ആ മന്ത്രി പറയാണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സാധിച്ചു. എവിടെ സാധിച്ചതെന്ന് എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചാൽ ഞങ്ങൾ ഒന്നും ചോദിക്കുന്നില്ല. കടലിനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ കണ്ടെത്തുക. മണ്ണെണ്ണയ്ക്ക് ഞങ്ങളുടെ ആളുകൾക്ക് പണിക്ക് പോയാൽ മണ്ണെണ്ണ ചെലവെന്ന് പറയുമ്പോൾ അധികമാണ്. ഇപ്പൊ 10,000 കിട്ടിക്കഴിയുമ്പോൾ ഈ മണ്ണെണ്ണയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കണം പൈസ. മണ്ണെണ്ണയ്ക്ക്, പെട്രോളിന്, ഇത് വെള്ളം ഓടിക്കേണ്ട വിഷയമില്ല. അതിൽ ആളുകൾക്ക് കിട്ടുന്ന എത്ര രൂപ കിട്ടും? തുച്ഛമായിട്ടുള്ള 1000-ഓ 800-ഓ 500-ഓ ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. എങ്ങനെ ഞങ്ങൾ എങ്ങനെ മക്കളെ പഠിപ്പിക്കും? ആ അതാണ്.
ഈ വാർത്തക്കാര് ഞങ്ങളെ കുറിച്ച് എന്ത് പറയുന്നെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇവിടെ അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. വാർത്ത നിങ്ങൾ കൊടുക്കുന്നതൊന്നും വാർത്തയിലൊന്നും വരുന്നില്ല. ഇന്നലെ പ്രശ്നം നടക്കുമ്പോ കണ്ട വാർത്തയില്ല, പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ കണ്ടത്. ചുമ്മാ ഈ പോലീസുകാരുടെ കാര്യം മാത്രം, പോലീസുകാർ അടിച്ച് അച്ഛന്മാരെ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങളുടെ ഒരു പ്രശ്നം അവർ നന്നായിട്ട് പറയുന്നില്ല. സർക്കാരിന് വേണ്ടി മാത്രം ഇവിടുത്തെ പാർട്ടിക്കാര് രണ്ട് മൂന്ന് പാർട്ടിക്കാരില്ലേ, ഇവരെന്തുകൊണ്ട് ഒരു പാർട്ടിയെങ്കിലും ഞങ്ങൾക്ക് നിൽക്കാത്ത കാര്യം എന്താണ്? ആദാനിയുടെ കയ്യിൽ നിന്ന് ഒരു പൈസ പറ്റിച്ചു. പങ്ക് പറ്റുന്നവർക്ക് ആർക്കെങ്കിലും കൂടെ നിൽക്കാൻ പറ്റുമോ? ഇവരാരും അനങ്ങുന്നില്ല. അതെന്തുകൊണ്ടാണ്? വാർത്തക്കാരി തന്നെ ഇതെല്ലാം ഭൂകമ്പം ഉണ്ടാക്കുന്നത്, അല്ലാതെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. ആൾക്കാർ പിന്നെ ക്ഷമ കെട്ടുപോയാൽ എന്ത് ചെയ്യും? ക്ഷമ കെട്ടുപോയാൽ എന്ത് ചെയ്യും? എതിർക്ക തന്നെയല്ലേ ചെയ്യും. എവിടെയായിരുന്നാലും നമ്മൾ ഈ ഒന്ന് വാർത്ത കാണുന്ന നമ്മളാണ്. പല ഭാഗത്തുകൂടെ ഇപ്പൊ ഒരു വീടിരുന്ന ഭാഗം മണ്ണ് മാന്തിയില്ലേ, അവർ ഒറ്റപ്പെടുത്തി ഇവരെല്ലാം ആ വീടിനെ നശിപ്പിച്ചില്ലേ, ഇവരുടനെ കെട്ടിക്കൊടുക്കോ? അവരെവിടെ കിടക്കുന്നെന്ന് പറഞ്ഞല്ല എന്നല്ല വാർത്തയിൽ ഇന്ന് വരാൻ നേരത്തെ ഞാൻ കണ്ടതാണ്. ഇങ്ങനെ ഒരു പാർട്ടിയൊക്കെ ജീവിച്ച ഇവർക്ക് അർഹത ഉണ്ടോ ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന്? ഈ ആഹാരത്തിന് തന്നെ ഒരു കിലോ അരിക്ക് ഇപ്പൊ എത്ര രൂപയാണ്? 70 രൂപ ജയ അരിക്ക്. ഇതിലെങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ മത്സ്യമേഖലയിലുള്ള ഞങ്ങൾ ജീവിക്കും? കുട്ടികളെ പഠിപ്പിക്കണ്ടേ? വലിയ വലിയ പഠിത്തം പിള്ളേർക്ക്, പല കുട്ടികൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ അല്ലാതെ ഇലക്ട്രോണിക്സ്, ഡോക്ടർമാർ, ഇതിനെല്ലാം അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ സർക്കാർ സഹായിക്കണ്ടേ? ഭവനമില്ലാത്ത എത്ര ആൾക്കാരുണ്ടെന്നറിയാമോ? ഭവനത്തിന് ലോണിന് വേണ്ടിയിട്ടൊക്കെ അപേക്ഷിച്ചിട്ട് അതുകൊണ്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ ഒരു വീട് കുഞ്ഞു വീടാണ്. അവർക്ക് ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര തവണ നടന്നെന്നറിയാമോ? 6-7 മക്കളുള്ള ഒരച്ഛനുണ്ട്, സുഖമില്ലാത്തവരുണ്ട്. അവർക്കൊക്കെ കിടക്കാൻ ഒരു കിടപ്പാടില്ല. ഞങ്ങൾ ആര് സഹായിക്കും? ഞങ്ങളുടെ മത്സ്യമേഖലയിൽ നിന്ന് ആരും പൈസ ഒന്നും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നില്ലേ? മത്സ്യമേഖലക്കാരെ കൊടുക്കുന്നില്ലേ? ഇവിടെ നിന്ന് മീൻ കൊണ്ടുപോയിട്ട് ഇവർക്കൊന്നും ഒരു ടാക്സും കൊടുക്കുന്നില്ല ജനങ്ങൾ. അപ്പൊ ഞങ്ങൾ ഒരു വകയ്ക്കും കൊള്ളാത്തവരാണ് ഇയാൾ പറഞ്ഞു വച്ചിരിക്കുന്നത്, മന്ത്രിമാര്.